ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. വെള്ളയപ്പവും മുട്ട റോസ്റ്റും ഇഷ്ടമാണോ? കാരമോ ഈസ്റ്റോ ഒന്നും ചേർക്കാതെ നല്ല പൂ പോലെ സോഫ്റ്റായ വെള്ളയപ്പം ഉണ്ടാക്കിയാലോ? ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഓടി വാ, എങ്ങനെയാണെന്ന് നോക്കാം. നാഴി വടിച്ച് പച്ചരി എടുത്ത് നന്നായി ചേറി അതിലെ പൊടിയൊക്കെ കളഞ്ഞ് മിനിമം 4 മണിക്കൂറെങ്കിലും കുതിർത്ത് നന്നായി കഴുകിയെടുക്കാം. ഇനി അത് മിക്സി ജാറിലേക്ക് ഊറ്റിയിടണം. എന്നിട്ട് അതിലേക്ക് ഒരു കയ്യിൽ ചോറ് ചേർക്കാം. ഇനി വേണ്ടത് തേങ്ങയാണ്. ഈ കാണുന്ന തേങ്ങാമുറിയുടെ 1/4 ഭാഗത്തോളം തേങ്ങ എടുത്തിട്ടുണ്ട്. കുറഞ്ഞു പോകരുത്, ടേസ്റ്റ് കൂടാൻ അത് ബെസ്റ്റാണ്. ഇത് തലേന്നെടുത്ത് വെച്ച തേങ്ങാ വെള്ളത്തിൽ ഒരു നുള്ള് പഞ്ചസാര ഇട്ട് പുളിപ്പിച്ചതാണ്. അതും ചേർത്ത് ആവശ്യമെങ്കിൽ വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കണം. എന്നിട്ടിനി അതിലേക്ക് കുറച്ച് വലിപ്പമുള്ള ഡവറയിലേക്ക് ഒഴിച്ചു വയ്ക്കാം. കാരണം രാവിലേക്ക് മാവ് പതഞ്ഞു പൊങ്ങി വരുമ്പോൾ തൂവി പോവരുതല്ലോ. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി യോജിപ്പിക്കാം. ഈ മാവ് നോക്കി വെച്ചോ, രാവിലെ എന്താണ് ഇതിൻ്റെ പരുവം എന്ന് ഞാൻ കാണിച്ചു തരാം. എന്നിട്ടിനി മൂടി മാറ്റി വയ്ക്കാം. ബാക്കി നാളെ. നേരം വെളുത്തു. അപ്പം എങ്ങനാ ചലോ അടുക്കള? എല്ലാവരും ഈ മാവിലേക്കൊന്ന് ശ്രദ്ധിച്ചേ. നന്നായി പുളിച്ച് പതഞ്ഞ് പൊങ്ങി വന്നത് കണ്ടോ? ഇനി അത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ നന്നായി വരുന്ന്. ഇന്ന് നമ്മൾ അപ്പച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. പണ്ടൊക്കെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലായിരുന്നു. ചട്ടി ചൂടായ ശേഷം 1 സ്പൂൺ മാവൊഴിച്ച് നന്നായി ചുറ്റിച്ചു കൊടുക്കും. ഇതൊക്കെ എല്ലാവർക്കും അറിയാം, എന്നാലും പറയണമല്ലോ. കാരണം ഫസ്റ്റ് ടൈം വീഡിയോ കാണുന്നവരുണ്ടെങ്കിലോ, അറിയാത്തവർക്ക് ഉപകാരപ്പെടണ്ടേ. ഇനി അത് മൂടി വെച്ച് വേവിക്കാം. തുറന്നു നോക്കുമ്പോൾ വെള്ളയപ്പം റെഡി. ആഹാ, എന്താ ഒരു ലുക്ക്! അതിൽ നിന്ന് മാറ്റി മറ്റൊരു പാത്രത്തിലേക്കിട്ടു. ഇപ്പോൾ പറ, എങ്ങനെയുണ്ട്? കാരവും ഈസ്റ്റും ഇല്ലാതെ പൂ പോലെ സോഫ്റ്റായ വെള്ളയപ്പം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഒരാൾക്കെങ്കിലും ഡൗട്ട് തോന്നിയോ? അത് മാറിയില്ലേ? ഇങ്ങനെ 12 എണ്ണം കിട്ടും. മുട്ട പുഴുങ്ങി വെച്ചു. ഒരുപാട് സമയമിട്ട് വഴറ്റി കളിക്കാൻ കയ്യലായിട്ട് എളുപ്പപ്പണിക്കാണ് ഉള്ളി, തക്കാളി, പച്ചമുളക്, ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതൊക്കെ ഒന്നിച്ചൊരു പാത്രത്തിലിട്ട് വെച്ചത്. എന്താണെന്നറിയില്ല, മടിയാടോ. ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് എല്ലാം കൂടെ അതിലേക്കിട്ട് ഇളക്കി അങ്ങോട്ട് മൂടി വെക്കുക. ഇടയ്ക്ക് തുറന്ന് ഇളക്കാൻ മടി പാടില്ല, അടി പിടിക്കും. ഇനി കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് ഇളക്കണം. ഇളക്കുക, മൂടി വെക്കുക, ഇളക്കുക. ഇതങ്ങോട്ട് തുടരുക. അടുത്തതായി ഗരം മസാലയുടെ എൻട്രി. നന്നായി യോജിപ്പിക്കാം, ഒരു പിശുക്കും കാണിക്കണ്ട. ലാസ്റ്റ് സെക്ഷനിലേക്ക് കടക്കാറായി. മല്ലിച്ചപ്പ് വാരി വിതറാം. ഞങ്ങൾക്കിഷ്ടമാണ്, അതുകൊണ്ടാ. സംഭവം സെറ്റ്. ഇതുപോലെ വെള്ളയപ്പവും മുട്ട റോസ്റ്റും ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് അഭിപ്രായം പറയാമോ? ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പുതുതായി കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. അപ്പം ശരി, ഇന്നത്തേക്ക് വിടാം. ബൈ.